ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലിയ. എല്ലാവർക്കും രുചി ഗ്രഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഞങ്ങളുടെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയും കൊടുക്കുന്ന നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണിത്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കേണ്ടതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്ക് ഒട്ടും സമയം കളയണ്ട, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതുപോലെ ഒരു പ്രഷർ കുക്കർ എടുത്ത് ഈ ചിക്കൻ നമുക്ക് ഇതിനകത്തോട്ട് മാറ്റാം. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു 20 മിനിറ്റ് എങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഈ കുക്കർ അടച്ചിട്ട് ഗ്യാസിലോട്ട് മാറ്റി ഒരു ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഓഫ് ചെയ്തിടാം. എന്നിട്ട് പ്രഷർ റിലീസ് ചെയ്തിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാനായി തുടങ്ങാൻ. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാതാണ് ഇത് വേവിച്ചത്. ഇതിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം വറ്റിച്ച് കളയേണ്ട ആവശ്യമില്ല. നമുക്കിത് ഡയറക്റ്റ് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കുറുമ തയ്യാറാക്കാനായി തുടങ്ങാം. അതിന് ഞാൻ ഇതുപോലത്തെ ഒരു പാനാണ് വെച്ചേക്കുന്നത്. ഇതിനകത്തോട്ടൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വന്നോട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ടൊരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണിത്. പിന്നെ 2 പച്ചമുളകും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് 2 സവോള ചെറുതായി അരിഞ്ഞത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ക്യൂബ്സ് ആയി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ലേശം ഉപ്പും കൂടെ ചേർക്കാം. ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. നമുക്കിതൊന്ന് 5 മുതൽ 10 മിനിറ്റ് വരെ അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരണം. നമ്മുടെ ഉള്ളിയും കിഴങ്ങൊക്കെ വേവാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. അതിന് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയും ഒരു 8 കാഷ്നട്ടും എടുത്തിട്ടുണ്ട്. ഇത് ഈ ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് ഇതിന് വെള്ളം വറ്റുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും ഈ പരുവം ആയാൽ മതി. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. നമ്മുടെ സവോളയും ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. കറക്റ്റ് 10 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ തീ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുകയാണെങ്കിൽ ഈ സവോളയൊക്കെ കരിഞ്ഞു പോകും പെട്ടെന്ന്. ഈ സമയത്ത് നമുക്ക് ഇതിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണിത്. ഇത് 1.5 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇത് 1 ടേബിൾ സ്പൂൺ വറക്കാത്ത മല്ലിപ്പൊടിയാണ്, പച്ചമല്ലിപ്പൊടി. ഇത് ചേർത്ത് നല്ലപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല. എരിവിന് ആ 2 പച്ചമുളകും കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. മസാലയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനിയൊരു 1.5 കപ്പ് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ആ തേങ്ങയുടെ അണ്ടിപ്പരിപ്പിൻ്റെ ഒക്കെ ചൂട് നല്ലപോലെ പോയിട്ടുണ്ട്. നമുക്കിതൊരു പേസ്റ്റ് പരുവത്തിൽ ഇനി അരച്ചെടുത്തുകൊണ്ട് വരണം. അതിന് ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ പേസ്റ്റ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരണം. നമുക്കിതിന് മാറ്റി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ നല്ലപോലെ ചിക്കനിൽ നിന്ന് ഇറങ്ങി
ഈ സമയത്ത് ഉപ്പ് നോക്കി, ഉപ്പ് വേണ്ടവർക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് തയ്യാറാക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇത്രയും ഗ്രേവി മതി, അതിനാണ് 1.5 കപ്പ് വെള്ളം ഒഴിച്ചത്. ഗ്രേവി കുറച്ചും കൂടി വേണ്ടവർക്ക് ഒരു 2 കപ്പ് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാരണം നമ്മൾ കാഷ്നട്ടും തേങ്ങ അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഗ്രേവി ഒന്ന് കുറുകും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ പേസ്റ്റ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കറിക്കൊരു പ്രത്യേക ഫ്ലേവർ തരും ആ വെളിച്ചെണ്ണ അവസാനം ഒന്ന് തൂക്കി കൊടുക്കുന്നത്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിന് മുകളിൽ കൂടെ ഒന്ന് എതിരെ കൊടുക്കും. അങ്ങനെ നമ്മുടെ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചിക്കനൊക്കെ വേവിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം ചിക്കൻ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ കറി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ ഞങ്ങളുടെ അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ശരി കേട്ടോ, ബൈ.